ഇന്ന് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ജ്വല്ലറി ഐറ്റംസും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേ. ഇത് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഹെയർ ബോ ആണ്. 6mm ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ തന്നെ മറ്റൊരു കോംബോ ഹെയർ ബോ പാക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ഹെയർ ബാൻഡ്, ഒരു മാല, ഒരു ബ്രേസ്ലെറ്റ് എന്നിവയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹെയർ ബോ കോംബോ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനൊരു ഡിസൈനും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ 6 കളേഴ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിലൊരു ബ്രേസ്ലെറ്റ്, ഒരു മാല, ഒരു ഹെയർ ബാൻഡ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓറഞ്ച്, യെല്ലോ, പിങ്ക്, സ്കൈ ബ്ലൂ, പിസ്ത, പിന്നെ ഈ കളറും, അങ്ങനെ 6 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫോം ഫ്ലവറും 8mm പേൾ ബീഡ്സ് ഉപയോഗിച്ച് ചെയ്ത ഹെയർ ബോ ആണ്. 3 ഡിസൈൻസിലാണ് നമ്മൾ നിലവിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഡെയിലി യൂസിന് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ബോ ആണ്. ഇതിൻ്റെ തന്നെ പല ഡിസൈൻസിലുള്ള ബീഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻവിസിബിൾ നെക്ലസ് കാണാം. പലക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ കളർ, മെറൂൺ കളർ, ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് നെക്ലസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രേസ്ലെറ്റ്സിലോട്ട് വന്നാൽ ഇത് ക്രിസ്റ്റൽ ബീഡ്സ് കൊണ്ട് ചെയ്തെടുത്തതാണ്. ബ്ലാക്ക് കളർ, വൈറ്റ്, റെഡ്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ്. കളർ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഒരു ഹാങ്ങിങ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഭയങ്കര മോഡിങ്ങുള്ള ഒരു ബ്രേസ്ലെറ്റാണ്. പേൾ ബീഡ്സ് കൊണ്ടും 3mm ഗോൾഡൻ ബീഡ്സും കൊണ്ട് ചെയ്തിട്ട് സ്ട്രെച്ചബിൾ ഐറ്റമാണ്. ഇത് ക്രിസ്റ്റൽ ബീഡ്സ് കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ബ്രേസ്ലെറ്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള ചാംസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. 3 കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. പിങ്ക്, യെല്ലോ, ഗ്രീൻ. ഇതിൽ തന്നെ നമ്മൾ ചാംസ് ഇല്ലാതെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ചാംസ് ഇല്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ചാംസ് വെച്ച് വരുന്ന റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബീഡ്സ് കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ബ്രേസ്ലെറ്റ്സ് ആണ്. ഗ്രീന്, സ്കൈ ബ്ലൂ, പിന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ. ഇത് ജെല്ലി ബീഡ്സ് കൊണ്ട് ചെയ്തെടുത്ത ഒരു ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ആണ്. അതിനൊരു ചാമൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച ക്രിസ്റ്റൽ ബീഡ്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ആംഗ്ലറ്റ് സെറ്റാണ്. അതിന് സിൽവർ ചെയിന് എക്സ്റ്റൻഷനായിട്ട് കൊടുത്തിട്ടുമുണ്ട്. സ്ട്രെച്ചബിൾ ആണ്. ആംഗ്ലറ്റ്സിൽ തന്നെ ഷുഗർ ബീഡ്സും വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സും വെച്ച് ചെയ്ത മറ്റൊരു ആംഗ്ലറ്റാണിത്. ഇത് റെയിൻബോ കളർ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് ചെയ്തുണ്ടാക്കിയൊരു ബ്രേസ്ലെറ്റാണ്. ഇതിൻ്റെ മറ്റൊരു ഞാൻ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് 8mm ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. 8mm ബീഡ്സ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഹെവി ഐറ്റമാണ്. കളേഴ്സ് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ബ്രൗണ്, ഗോൾഡൻ, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത് അല്ലേ. അതേ ഡിസൈനിൽ നമ്മൾ ജെല്ലി ബീഡ്സ് കൊണ്ട് ചെയ്തെടുത്ത ബ്രേസ്ലെറ്റ്സ് ആണ് ഇത്. പിങ്ക്, ഓഷ്യൻ ബ്ലൂ, പിന്നെ സ്കൈ ബ്ലൂ, 3 കളേഴ്സിലാണ് ഇത് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക് ബീഡ്സ് കൊണ്ട് ചെയ്തെടുത്ത യൂണിസെക്സ് ബ്രേസ്ലെറ്റ്സ് ആണ്. അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൽ ഒരു സ്മൈലിയും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഇതും അഡ്ജസ്റ്റബിൾ ആണ്. ഇത് നമ്മൾ നൈലോൺ ത്രെഡ് വെച്ചിട്ടും ബീഡ്സ് ഉപയോഗിച്ചും ചെയ്ത് വെച്ചതാണ്. അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഡിസൈൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. ഇത് നമ്മൾ മമ്മി ആൻഡ് മീ കോംബോ എന്ന രീതിയിൽ കൊടുക്കുന്നതാണ്. സിംഗിളായിട്ടും ചെയ്ത് കൊടുക്കും. ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് സിംഗിളായിട്ടും ചെയ്ത് കൊടുക്കും. നിലവിൽ മമ്മി ആൻഡ് മീ എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്പിൽ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നാഗവല്ലി ആഭരണപ്പെട്ടി കാണിച്ച പോലെ ആയോ എന്തോ. എന്തായാലും പ്രോഡക്റ്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.